സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ സൂക്ഷ്മമായ വഴികൾ സ്വീകരിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഞങ്ങൾ സൂഫികളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാം ഹറാമാക്കിയ പല കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്ന് സംഗീതങ്ങളും മറ്റു വിഷയങ്ങളും വളരെ ലാഘവത്തോടുകൂടെ കൊണ്ടുവരികയും ഷെയ്ഖും മുരീദന്മാരും ഒരുമിച്ചിരുന്നു കൊണ്ട് അത് കൊട്ടിഘോഷിക്കുകയും ഇതാണ് ദീനി എന്ന് പ്രജകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. വളരെ രസകരമായ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഷെയ്ഖും മുരീദന്മാരും കയ്യും കൊട്ടി സംഗീതവും പാടി ഇത് ദീനാണെന്ന് പ്രചരിപ്പിച്ച് എന്നിട്ട് സ്റ്റേജും കെട്ടി ആലിമീങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ആരാണോ ഇതിനെ എതിർക്കാനുള്ളത് എന്ന് പറഞ്ഞ്. എന്താണ് ദീന് എന്ന് പോയി പഠിക്കുക. ദീന് പഠിച്ചിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് പ്രബോധനം ചെയ്യാൻ നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വമിനന്നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ലഹ്വൽ ഹദീസിന് പല മുഫസ്സിരീങ്ങളും തഫ്സീർ പറഞ്ഞിട്ടുള്ളത് മഹാസിഫ് സംഗീതോപകരണങ്ങളാണ്. ആ സംഗീതോപകരണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് സമയം മുഴുവനും നഷ്ടപ്പെടുത്തുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ പറയുന്നുണ്ട്, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂനൽ ഹിറ. എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും, അവര് വ്യഭിചാരത്തെ ഹലാലാക്കുന്നു, വൽ ഹരീറ പട്ടുവസ്ത്രത്തെ അവര് ഹലാലാക്കുന്നു, വൽ ഹംറ കള്ളിനെ അവര് ഹലാലാക്കുന്നു, വൽ മഹാസിഫ സംഗീതോപകരണങ്ങളെയും അവർ ഹലാലാക്കുന്നു. ഈ ഒരു വിഭാഗമാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ തൊട്ടു മുമ്പ് നമ്മൾ കണ്ടത്. ഇവര് ഞങ്ങൾ സൂഫിയാക്കളാണ് എന്ന പേരില് ഒരു സ്റ്റേജും കെട്ടി ഇവരെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആലിമീങ്ങളെ, ഇവർക്കൊന്നും എത്തി നോക്കാൻ കഴിയാത്ത ആലിമീങ്ങളെ കുറ്റം പറയുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് തന്നെ. അതിന്റെ കാരണം അവർക്ക് ആ സ്ഥാനത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ടുണ്ടാകുന്ന അസൂയ കൽബിൽ ഇങ്ങനെ മൂത്തു വരുമ്പോ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് ജനഹൃദയങ്ങളിൽ വെറുപ്പ് സൃഷ്ടിക്കുക എന്നുള്ളത്. അതാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ദീന് എന്ന് പോയി പഠിക്ക്, എന്താണ് സൂഫിയാക്കളുടെ പാത എന്ന് പോയി പഠിക്ക്. ഇതിന് വേണമെങ്കിൽ ചില ഇമാമിങ്ങളുടെ കിതാബുകളെ കൊണ്ട് അഭിപ്രായങ്ങളെ കൊണ്ട് തെളിവ് പറയാം, സംഗീതങ്ങളും അതുപോലെ തന്നെ കൈകൊട്ടലുകളും എല്ലാം അനുവദനീയമാണ് എന്ന്. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ സൂഫിയാക്കളാണെന്നല്ലേ വാദിക്കുന്നത്. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ വഴി സ്വീകരിക്കുന്നവരാണ്. ഈ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കലും കൈകൊട്ടലും സൂക്ഷ്മമായ വഴിയാണ് എന്ന് ആര് പറഞ്ഞടോ? അതിന് തെളിവെന്താണ് എന്നുള്ളത് നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ്. ഇതാണ് സൂക്ഷ്മമായ വഴി എന്ന് ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ?